പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോവുകയാണ്. രാജ്യത്തിന്റെ അതിർത്തിയിൽ സുപ്രധാനമായ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ നുഴഞ്ഞുകയറ്റക്കാരനായ ഒരു പാകിസ്ഥാൻ സൈനികനെ നമ്മൾ വധിച്ചു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒപ്പം ഒരു ഇന്ത്യൻ സൈനികനും വീരമൃത്യു വരിച്ചിട്ടുമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ പോസ്റ്റിന് നേരെയുള്ള ആക്രമണമാണ് ഉണ്ടായത്. നീക്കം തകർക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം ചെയ്തത്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് അതിർത്തിയിൽ സംഭവിച്ചത്? എന്തായിരുന്നു ഈ ആക്രമണം? സജിത്ത് സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവമുള്ള വാർത്ത തന്നെയാണ് പ്രേക്ഷകരുമായി മണിക്കൂറുകളിൽ പങ്കുവെക്കേണ്ടി വരുന്നത്. കുപ്വാരയിൽ നടന്നത് കേവലം ഒരു ഭീകരാക്രമണം ആയിരുന്നില്ല, മറിച്ച് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശ്രമം കൂടിയായിരുന്നു എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ശ്രമത്തെ ഇന്ത്യ വിജയകരമായി പരാജയപ്പെടുത്തി എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഇപ്പോഴും കുപ്വാര മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. നേരത്തെ നമുക്കറിയാം, ഇന്ന് പുലർച്ചെ 2:30 കൂടിയായിരുന്നു കുപ്വാരയിൽ ഇത്തരത്തിലൊരു ഭീകര ആക്രമണം ഉണ്ടാകുന്നത്. കുപ്വാരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലയിലായിരുന്നു പുലർച്ചെ 2:30 കൂടി ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ, കുംകാടിയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ ആക്രമണം ഉണ്ടായത്. ആ ഘട്ടത്തിൽ അത് ഭീകരാക്രമണം എന്ന നിഗമനത്തിലേക്ക് ആയിരുന്നു എത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഈ തിരിച്ചടിയിൽ ഒരു പാക് ഭീകരൻ കൊല്ലപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതിനുശേഷം ഇപ്പോഴിതാ മണിക്കൂറുകൾക്കകമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അത് കേവലമായൊരു ഭീകരാക്രമണം ആയിരുന്നില്ല, കൃത്യമായി പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടി നീക്കം ആയിരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം എന്നത് പാകിസ്ഥാനിലെ ഒരു സേനാ വിഭാഗമാണ്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ അതിരുകൾ കാക്കുന്ന സേനാ വിഭാഗമാണ്. ആ സേനാ വിഭാഗത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണ ശ്രമം ഉണ്ടായത് എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ സ്ഥിരീകരണം. ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് കൂടിയാണ്. ബോർഡർ ആക്ഷൻ ടീമിലെ അംഗമായിട്ടുള്ള സൈനികനെയാണ് ഇന്ത്യൻ സൈന്യം വധിച്ചത്. അതേസമയം ഇന്ത്യൻ സൈനികർക്കും പരിക്കുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, മേജർ റാങ്കിൽ ഉള്ള സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ. ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യൻ സൈനികന് വീരമൃത്യു വരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇപ്പോഴും സൈന്യം ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. മറിച്ച് 5 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സജിത്ത്, ഇതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു കാർഗിൽ വിജയ് ദിവസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ, വീരമൃത്യു വരിച്ച ജവാന്മാരെ ആദരിക്കുന്ന, ഓർക്കുന്ന ദിവസം കൂടിയായിരുന്നു. അതിൻ്റെ വാർഷിക ദിനം കൂടിയായിരുന്നു കടന്നുപോയത്. അതിനോടനുബന്ധിച്ച് തന്നെ തുടർച്ചയായി ലൈൻ ഓഫ് കൺട്രോളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ ഭീകരരെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഈ കഴിഞ്ഞ 24-ാം തീയതി ഇതേ കുപ്വാരയിൽ തന്നെയാണ് 2 പാകിസ്ഥാൻ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തത്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ തുടർച്ചയായ ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, കശ്മീരിനപ്പുറം ജമ്മുവിലേക്ക് ആക്രമണം. നമുക്കറിയാം, ഈ ജമ്മു കാശ്മീരിൽ ആക്രമണം നടക്കുമ്പോൾ എപ്പോഴും കശ്മീർ ആണ് അശാന്തിയുടെ തീരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ജമ്മുവിൽ അത്തരത്തിൽ വലിയ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജമ്മുവിലേക്ക് അടക്കം തീവ്രവാദികൾ കടന്നു കയറുന്ന, ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി ഇന്ത്യൻ അതിർത്തികളിൽ ആക്രമണം നടത്തുന്നു ഭീകരവാദികൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാർഗിൽ വിജയ് ദിവസിൽ പ്രധാനമന്ത്രി, അതിന്റെ അനുസ്മരണ ദിനത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തതാണ്. അതായത് ചരിത്രത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒരു തരത്തിലുമുള്ള പാഠങ്ങളും പഠിച്ചിട്ടില്ല എന്ന വിമർശനം ആയിരുന്നു പ്രധാനമന്ത്രി ഉന്നയിച്ചത്. ഭീകരവാദികൾക്ക് അവസരമൊരുക്കുകയും അവരുടെ താവളമായി പാകിസ്ഥാൻ ഇപ്പോഴും മാറുകയും ചെയ്യുന്നു എന്ന വിമർശനം കൂടി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇതുവരെയും സജിത്ത് എടുത്തു പറയേണ്ടത്, ഈ ഭീകര ആക്രമണങ്ങൾ നടക്കുമ്പോഴൊക്കെ അതിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പങ്കുണ്ട് എന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ അത് നിരസിക്കുന്ന സാഹചര്യമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുള്ളത്. ഇപ്പോഴിതാ ബോർഡർ ആക്ഷൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഇന്ത്യൻ സൈന്യം വധിച്ചത്. വളരെ കൃത്യമായി ഇന്ത്യയുടെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണത്തിനായിരുന്നു പാകിസ്ഥാൻ സൈന്യം ശ്രമിച്ചത് എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അഭിലാഷ്, തുടരുക, മടങ്ങി വരാം. കേണൽ ഡിന്നി കൂടി നമുക്കിപ്പോൾ ഉണ്ട്. കേണൽ ഡിന്നി, ഇതിൽ പ്രധാനമായതും നമ്മൾ നുഴഞ്ഞുകയറ്റക്കാരെ കാലങ്ങളായി എതിർക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ നമ്മൾ തകർക്കാറുണ്ട്. പക്ഷേ ഇത് ആർമി ടു ആർമി ഏറ്റുമുട്ടൽ എന്നതാണ്. അതായത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു പാകിസ്ഥാൻ സൈനികനാണ്. അങ്ങനെയെങ്കിൽ അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു കാര്യമായി ഇത് മാറുകയല്ലേ?
യെസ്, എന്തായാലും വളരെ പ്രധാനമുള്ള ഏറ്റുമുട്ടലായി ഇത് മാറുകയാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കാർഗിൽ വിജയ ദിവസത്തിന്റെ തൊട്ട് പിറ്റേന്ന് ഇത്തരമൊരു ആക്രമണം നടന്നപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപന നീക്കമാണോ? ഇന്നലെ പ്രധാനമന്ത്രി പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യം വീണ്ടും ഒരു കാർഗിൽ വിജയ ദിവസം ആഘോഷിക്കപ്പെടുമ്പോൾ, രാജ്യത്തിന്റെ സൈനിക മുന്നേറ്റം ആഘോഷിക്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ ഇന്നും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളുണ്ട് എന്ന മുന്നറിയിപ്പ് ഇന്നലെ പ്രധാനമന്ത്രി നൽകിയതിന് പിന്നാലെ ഇത്തരമൊരു നീക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത് എന്നത് ആകാംക്ഷയുയർത്തുന്ന കാര്യമാണ്. വളരെ പ്രാധാന്യമുള്ള നീക്കമായി കൂടി അത് മാറുകയാണ്. എന്തായാലും ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെയാണ് അക്രമശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ അക്രമശ്രമം ഉണ്ടാകുന്നു. ഒരു പാകിസ്ഥാൻ സൈനികനെ മരണപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിലും സൈന്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വരേണ്ടതുണ്ട്. 5 ഇന്ത്യൻ സൈനികർ കൂടി പരിക്കുണ്ടായി എന്നതാണ്. കേണൽ ഡിന്നി കൂടി ചേർന്നു. സാർ, ഈ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇത്. നമ്മൾ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ കാലാകാലങ്ങളിൽ എതിർത്തിരുന്നുണ്ട്, തകർത്തിട്ടുണ്ട്. പക്ഷേ ഇത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു പാകിസ്ഥാൻ സൈനികനാണ്. കാർഗിൽ വിജയ ദിവസത്തിന്റെ തൊട്ട് പിറ്റേന്നാണിത്. അങ്ങേറ്റം ഗൗരവത്തോടെ കാണേണ്ടി വരില്ലേ ഇത്? തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ ഇതുപോലുള്ള പാക് സൈന്യവുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത്. ഓൾദോ അവിടെ ചെറിയ രീതിയിലേക്കുള്ള ഫയർ ഫൈറ്റിംഗ് ഒക്കെ ചില മേഖലകളിൽ മാത്രമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കുപ്വാഡ സെക്ടറിൽ കുറച്ച് നാളായിട്ട് കുറവായിരുന്നു. നമുക്ക് കാണാം, ഈ ജമ്മു ഈ രജൌരി സെക്ടറിലായിരുന്നു കൂടുതലും നമ്മൾ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുകളിലായിട്ട് കാണാൻ സാധിച്ചത്. പക്ഷെ ഇപ്പം തീർച്ചയായിട്ടും കുപ്വാഡ ആ ഏരിയയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആളുകൾ തന്നെ നേരിട്ട് ഇറങ്ങുന്ന എന്ന് വെച്ചാൽ വളരെ ഗൗരവപൂർവ്വമായിട്ടുള്ള കാര്യമാണ്. ഇത് പണ്ട് ഇങ്ങനെ നടത്തുമായിരുന്നു അവര്, പക്ഷെ അതേ രീതിയിലേക്ക് ഒരു തിരിച്ച് പോക്കായിട്ട് നമുക്ക് ഇതാണെങ്കിൽ കാണാം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞ പോലെ ഇന്നലെ കാർഗിൽ ദിവസത്ത് ദ്രാസിൽ വെച്ചിട്ട് പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ മോദി ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു മെസ്സേജ് പാകിസ്ഥാനിന് കൊടുത്തിരുന്നു. അപ്പം അതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ദിവസത്തിന് അടുപ്പിച്ച് തന്നെ അവരിങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു സന്ദേശമാണ്. അതായത് കശ്മീരിലെ വിഷയം അവര് ഒരിക്കലും അത് മാറ്റി വെച്ചിട്ടില്ല. കശ്മീരിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഏതൊക്കെ ഓപ്പറേഷൻ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത് തീർച്ചയായിട്ടും തുടരും എന്നാണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സാറേ, ഒരു കാര്യം കൂടി, ജമ്മു കാശ്മീർ പോലീസ് ഇപ്പോൾ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു. 3 ടെററിസ്റ്റ് ഇന്ത്യൻ മേഖലയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന സംശയമാണ്. അതിന്റെ രേഖാചിത്രമടക്കം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പ്രത്യേക നിർദ്ദേശം ജനങ്ങൾക്കും കൈമാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ജാഗരൂകരായി കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട വിഷയമായി കൂടി ഇത് മാറുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിസ്റ്റം അവിടെ എപ്പോഴും ഉണ്ട്. ഇപ്പൊ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് നുഴഞ്ഞു കയറാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്, വളരെ കാടുകളും മലകളും ഒക്കെ വളരെ എല്ലാ സ്ഥലത്തും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം ഏത് നേരവും സാധിക്കാത്ത ഒരു ഏരിയ ആണ്. അതിന്റെ ഏരിയ കൊണ്ട് മാത്രമാണ് അങ്ങനെ. അപ്പൊ അഥവാ അങ്ങനെ ആരെങ്കിലും നുഴഞ്ഞു കയറി ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റമാണ്, ഒരു SOP ആണ്. അത് അടുത്ത ലൈൻ ഓഫ് കൗണ്ടർ ടെററിസം ഗ്രിഡിൽ അത് അറിയിക്കുകയും അവിടെ നിന്ന് പ്രത്യേകിച്ച് ലോക്കൽസിൽ നിന്നുള്ള ഇൻപുട്സ് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നുഴഞ്ഞു കയറി വന്നവരും ആയാലും ശരി, അവരൊരു ഈ ഒരു സീസണാണ്, അടുത്ത ഈ വിന്റേഴ്സ് വരുന്നതിന് മുമ്പുള്ള സീസണിലാണ് സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈ 3 പേരെയും വരും ദിവസങ്ങളിൽ JK പോലീസും ആർമിയുടെ ഇതിൽ അവരുടെ ഇന്റലിജൻസ് കിട്ടുകയും അവരെ ന്യൂട്രലൈസ് ചെയ്യുമെന്നാണ് നമുക്ക് പൂർണ്ണമായിട്ടത് വിശ്വസിക്കാം. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വളരെ നന്ദി സാർ പ്രതികരിച്ചതിന്. അഭിലാഷ്, നമുക്കിത് അങ്ങേറ്റം ഗൗരവമായി കാണേണ്ടി വരുന്നതാണ്. കാരണം ഇതൊരു നുഴഞ്ഞുകയറ്റക്കാരെ അമർച്ച ചെയ്യാനുള്ള ശ്രമം മാത്രമല്ല, അതിൽ കൊല്ലപ്പെടുന്ന ഒരു പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ഇന്ത്യൻ സൈനികന്റെ വീരമൃത്യു എന്ന കാര്യം കൂടി ഇക്കാര്യത്തിൽ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരുന്നു. അത് ആർമി ഏറെക്കുറെ കൺഫേം ചെയ്യുന്നു എന്നതാണ് വാർത്ത. അഭിലാഷ്, എന്താണ് അപ്ഡേറ്റ്? സജിത്ത്, ദുഃഖകരമാകുന്ന ഒന്ന്, ഒരു ഇന്ത്യൻ സൈനികൻ കൂടി വീരമൃത്യു വരിച്ചിരിക്കുന്നു. നേരത്തെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും സൈന്യം അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ പരിക്കേറ്റ, അതായത് പാകിസ്ഥാൻ ഭീകരരും പാക് സൈന്യവും ചേർന്നുകൊണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. കാരണം ബോർഡർ ആക്ഷൻ ടീമിന്റെ അംഗം ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ നടത്തിയ ചെറുത്തുനിൽപ്പിൽ നമുക്കൊരു ധീരജവാനെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ വീരമൃത്യു ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം
അതോടൊപ്പം തന്നെ വലിയ തോതിൽ, അതായത് ഭീകരരെ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് കടന്നു കയറുവാനുള്ള ശ്രമങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ പാകിസ്ഥാൻ സൈന്യം നൽകുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് സജിത്ത് എടുത്തു പറയേണ്ടത്. ഇന്നലെ കാർഗിൽ വിജയ് ദിവസിന്റെ സ്മരണയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് തന്നെ ഭീകരരുടെ യജമാനന്മാർക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ, ഉച്ചത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഒരു നീചപ്രവൃത്തിയും നടക്കില്ല എന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർത്തെടുത്ത് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശ്രമം കൂടിയാണ് ഇപ്പോൾ പരാജയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സാഹചര്യത്തിൽ കൂടുതൽ തീവ്രവാദികളെ അടക്കം ഇന്ത്യൻ മണ്ണിലേക്ക് രഹസ്യമായി അയക്കുന്നു പാകിസ്ഥാൻ സൈന്യം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. തീവ്രവാദികൾക്ക് കൃത്യമായ പിന്തുണ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് കാർഗിൽ വിജയ് ദിവസിന്റെ വാർഷിക സമയങ്ങളിൽ ഉൾപ്പെടെ തുടർച്ചയായി അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുകയും നുഴഞ്ഞു കയറുകയുമാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിന് പൂർണ്ണമായ ഒരു പിന്തുണ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന്, അവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടാകുന്നു എന്നതാണ് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇന്ത്യ നടത്തിയ ചെറുത്തുനിൽപ്പിൽ തിരിച്ചടിക്കിടെ ഇന്ത്യയിലെ ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 4 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കുപ്വാരയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, തന്ത്രപ്രധാന മേഖലകളിൽ എല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുപ്വാരയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അതിശക്തമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. അതിന് പുറമെ ആണ് ഇപ്പോൾ തുടർച്ചയായി, അതായത് 3 ദിവസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടൽ ആണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ജൂലൈ 24-നായിരുന്നു കുപ്വാരയിലെ ലോലാബ് മേഖലയിൽ ഭീകരരുമായി ഇന്ത്യൻ സൈന്യം ഏറ്റുമുട്ടിയത്. അങ്ങനെ ഒരു ഭീകരനെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ എടുത്താൽ തുടർച്ചയായി ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഈ സൈനികർക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെയെല്ലാം തന്നെ പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പുതിയ വിവരം എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്, ഈ കുപ്വാര മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പുലർച്ചെ 2:30 ആരംഭിച്ച ഏറ്റുമുട്ടൽ ആണ്. 2:30 ആയിരുന്നു LOCക്ക് സമീപം കുംകാടി സൈനിക പോസ്റ്റിന് നേരെ ഭീകരരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. ആ ഘട്ടത്തിൽ ഇത് ഭീകരരുടേത് മാത്രമായ ഒരു ആക്രമണം എന്ന നിഗമനത്തിലേക്കായിരുന്നു ഇന്ത്യൻ സൈന്യം എത്തിയത്. എന്നാൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ ആണ് ഒരു പാകിസ്ഥാൻ സൈനികൻ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തത്. അത് ബോർഡർ ആക്ഷൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇന്ത്യൻ സൈന്യം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അതിർത്തി മേഖല അശാന്തമാക്കുവാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഏറെ കരുതലോടുകൂടി ഇന്ത്യ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സജിത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സൈന്യത്തിന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇനി വരാനുണ്ട്. ഒപ്പം സർക്കാർ കൂടി ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്ന കാര്യത്തിൽ രാഷ്ട്രീയമായ പ്രതികരണമൊക്കെ ഇനി വരുന്ന മിനിറ്റുകളിൽ നിർണായകമാണ്. നമുക്ക് കാത്തിരിക്കാം. ഒരു ഇടവേള, വേഗത്തിൽ മടങ്ങി വരും.